ഒരു നന്മ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അതിലും ഖൈറായത് അല്ലാഹു നൽകും. ഒരു സിംഗിൾ പെന്നി, ഒരു പൈസ, ഒരു 10 രൂപ, ഒരു 100, ഒരു 1000, ഒരു ലക്ഷം, നിങ്ങൾ എന്താണോ അല്ലാഹുവിന് നൽകുന്നത്, നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരം, നിങ്ങളുടെ നല്ല വാക്കുകൾ, നിങ്ങളുടെ സത്യസന്ധത, നിങ്ങളുടെ നല്ല മനസ്സ്, നിങ്ങളുടെ മനം നിറഞ്ഞ പുഞ്ചിരി, ഇതിനൊക്കെ കൂലി ഉണ്ടാവും. അല്ലാഹു അതിലും ഖൈർ നിങ്ങൾക്ക് നൽകും. വമൻ ജാഅ ബിസ്സയ്യിഅ, ആരെങ്കിലും തിന്മയുമായി വന്നാൽ തൗബ ചെയ്യാതിരിക്കുകയും ചെയ്താൽ, തിന്മ ചെയ്താൽ പിന്നെ അങ്ങനെയല്ല, അത് മുർജിഅത്തിന്റെ വാദം. തിന്മ ചെയ്തു, തെറ്റ് സംഭവിച്ചു പോയി, പുരുഷന്മാരാണ്, പക്ഷെ തൗബ ചെയ്തു, അല്ലാഹുവിനോട് ഖേദിച്ചു മടങ്ങി, റബ്ബേ മാപ്പാക്കി തരണമെന്ന് പറഞ്ഞു. ഫലാ യുജ്സല്ലദീന അമിലുസ്സാലിഹാതി ഇല്ലാ മാ കാനൂ യഅമലൂൻ. തൗബ ചെയ്തവർക്ക് അല്ലാഹു പുറത്തു തരും. എന്നാൽ തൗബ ചെയ്യാതെ ദുഷ്കർമ്മികളായി ജീവിക്കുന്നവരാണെങ്കിൽ അവർക്ക് തിന്മ തന്നെയാണ് പ്രതിഫലം നൽകപ്പെടുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് ഭൗതികതയെ വീക്ഷിക്കുമ്പോൾ സജ്ജനങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത് അവരെയാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. ഹാറൂനിനെ പോലോത്ത സമ്പത്തിന്റെ വാദികളുടെ പിന്നാലെയല്ല ഒരു സത്യവിശ്വാസി പോകുന്നത്, തിന്മയുടെ പക്ഷത്തുമല്ല സത്യവിശ്വാസി നിൽക്കേണ്ടത്, സജ്ജനങ്ങളുടെ പക്ഷത്താണ്. അവര് ദാരിദ്ര്യത്തിൽ മുങ്ങിക്കുളിച്ചവരാണെങ്കിലും അവരുടെ മനസ്സ് നന്നെങ്കിൽ, കർമ്മങ്ങൾ നന്നെങ്കിൽ അവർ നല്ലവരാണ്. നിങ്ങൾ അവരുടെ കൂടെയാണ് നിൽക്കേണ്ടത്. ഭൗതികമായ മനുഷ്യന്റെ ചില കണക്കുകൂട്ടലുകൾക്കപ്പുറത്താണ് അല്ലാഹുവിന്റെ തീരുമാനങ്ങൾ. ഒരു ഹദീസ് പറയട്ടെ, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, സ്വഹീഹ് മുസ്ലിമിലുണ്ട്, ഇമാം അഹ്മദ് എന്നവരുടെ മുസ്നദിലുണ്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 പിഞ്ചു മക്കളെ സംബന്ധിച്ച് പറഞ്ഞ ഒരു ഹദീസാണത്. സംസാരപ്രായം എത്തുന്നതിന് മുമ്പ് അത്ഭുതകരമായി സംസാരിച്ച 3 മക്കളെ നിബിധങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്. കൊച്ചുപ്രായത്തിൽ സംസാരപ്രായം എത്തുന്നതിന് മുമ്പ് ഈസാ നബിയൊക്കെ സംസാരിച്ച പോലെ സംസാരിച്ച 3 മക്കളുണ്ട്. പക്ഷെ 3 പേരെ നിബിധങ്ങൾ പരിചയപ്പെടുത്തിയ ഒരു ഹദീസുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നത്. പുണ്യനിബിധങ്ങൾ പറയുന്നു, വകാനത് ഇംറഅത്തുൻ തുർദിഉ ഇബ്നൻ ലഹാ മിൻ ബനി ഇസ്രായീൽ. ഇസ്രായേൽ മക്കളിൽ കഴിഞ്ഞുപോയ, ഇന്നത്തെ ഫലസ്തീനിലോ ലബനാനിലോ സിറിയയിലോ ജോർഡാനിലോ ആ പരിസരങ്ങളിൽ ജീവിച്ച ഒരു പെണ്ണ് തന്റെ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുകയായിരുന്നു, പിഞ്ചു പൈതലിന്. നല്ല ആരോഗ്യമുള്ള മസിലുള്ള ഒരു ചെറുപ്പക്കാരൻ നല്ല മസിലു കാണിച്ച് ഷോ ഓഫ് ചെയ്ത് തന്റെ വീടിന്റെ മുമ്പിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ കുഞ്ഞിനെ മടിയിലിരുത്തി പാല് കൊടുക്കുന്ന ഉമ്മ പറഞ്ഞു, അല്ലാഹുമ്മ ജഅൽ ബിനി മിഥ്ലഹ്, പടച്ചവനെ എന്റെ മോനെ ഇയാളെ പോലെ ആക്കേണമേ എന്ന് പറഞ്ഞു. ഈ മനുഷ്യനെ പോലെ ആക്കേണമേ, നല്ല ആരോഗ്യമുള്ള നല്ല ചെറുപ്പക്കാരനാക്കണേ എന്നാണ് ഉമ്മ ഉദ്ദേശിക്കുന്നത്. ഫതറക സദിയഹാ വഅഖ്ബല അല റാകിബ്. ആ കുഞ്ഞ് തന്റെ പാലുകുടി നിർത്തുകയും ആ പോകുന്ന മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുകയും ചെയ്തുകൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽനി മിഥ്ലഹു, ആ മനുഷ്യനെ പോലെ എന്നെ ആക്കിക്കളയരുതേ റബ്ബേ. ഇതൊരു അത്ഭുതമാണ്. സംസാരിക്കാൻ പ്രായമായിട്ടില്ലാത്ത കുഞ്ഞ് സംസാരിച്ചു എന്ന് പറയുന്ന ഈ ഹദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച മുത്തഫഖ് അലൈഹിയായ ഹദീസാണ്. നിഷേധിക്കാൻ പറ്റാത്ത പാലുകൂടി നിർത്തിയിട്ട് പറയാം. ഉമ്മ പറഞ്ഞു, എന്റെ കുഞ്ഞിനെ ആ മനുഷ്യനെ പോലെ ആക്കണേ. കുഞ്ഞങ്ങ് മുഖം തിരിച്ച്, ആ മനുഷ്യനെ പോലെ എന്നെ ആക്കല്ലേ റബ്ബേ. പിന്നെ കുട്ടി പാല് കുടിക്കാൻ തുടങ്ങി. കുറെ നേരം കഴിഞ്ഞ് മറ്റൊരു ദിവസം ഒരടിമ പെണ്ണിനെ ആ പെണ്ണിന്റെ വീട്ടുകാർ അടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. വഴിയിലൂടെ തെരുവിലൂടെ ഒരടിമ പെണ്ണിനെ ആളുകൾ കൂടി അടിക്കുന്നുണ്ട്. ഫഖാലത് ഉമ്മുഹു, ആ പിഞ്ചു പൈതലിന്റെ ആൺകുട്ടിയുടെ ഉമ്മ പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽ ഇബ്നി മിഥ്ല ഹാദിഹി, പടച്ചവനെ ഈ പെണ്ണിനെ അടി കൊണ്ടുപോകുന്ന ഈ പെണ്ണിനെ പോലെ എന്റെ കുഞ്ഞിനെ ആക്കരുതേ റബ്ബേ എന്ന് ആ പെണ്ണ് ദുആ ചെയ്തു. ഫതറക സദിയഹാ,
പാലുകൂടെ നിർത്തിവെച്ചിട്ട് ആ കുഞ്ഞ് പറഞ്ഞു, അല്ലാഹുമ്മ ജഅൽനി മിഥില, പടച്ചവനെ മിഥിലഹ, ആ പെണ്ണിനെ പോലെ എന്നെ ആക്കേണമേ എന്ന് കുട്ടി ദുആ ചെയ്തു. ഉമ്മ ചോദിച്ചു, ലിമദാക്, അങ്ങനെയൊക്കെ പറയണ കുട്ടിയല്ലേ, മറുപടി പറഞ്ഞേക്കും, ലിമദാക്, എന്തിനാ മോനെ? മറ്റൊരാളെ കാണിച്ചപ്പോ അയാളെ പോലെ ആവണമെന്ന് ഞാൻ കൊതിച്ചപ്പോൾ നീ പറഞ്ഞു വേണ്ട എന്ന്, അങ്ങനെ ആവരുത് എന്ന്. ഈ പെണ്ണിനെ പോലെ അടികൊണ്ടു പോകുമ്പോ ഇവളെ പോലെ ആക്കരുതേ എന്ന് പറഞ്ഞപ്പോ അവളെ പോലെ ആക്കണേ എന്ന് നീ പറയുന്നു മോനെ, എന്തേ അതിന് കാരണം? ഫഖാല, ഈ അത്ഭുതമാണ് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത്. 3 മക്കൾ പിഞ്ചു പ്രായത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ഒന്ന് ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ കഥയിലെ കുഞ്ഞാണ്, മറ്റൊന്ന് അസ്ഹാബുൽ ഹുദൂദിൽപ്പെട്ട ഈ കുണ്ടാരത്തിലേക്ക് ചാടേണ്ടി വന്ന നേരത്തെ കുഞ്ഞ്. പിന്നെ ഈ കുഞ്ഞാണ്. കുഞ്ഞുങ്ങളിൽ സംസാരിച്ചവർ വേറെയുമുണ്ട്. ഈസ നബി അലൈഹിസ്സലാം, ഫിർഔനിന്റെ കാലത്തെ ഫിർഔന്റെ മകൾക്ക് മുടിവാർന്നു കൊടുത്തിരുന്ന മാഷിത എന്ന മഹദിയുടെ കുട്ടി. അവരൊക്കെ സംസാരിച്ചവരാ. പക്ഷേ 3 മക്കളെ നബി തങ്ങൾ പറഞ്ഞ ഹദീസാണിത്. എന്തുകൊണ്ട് മോനെ ആ മനുഷ്യനെ പോലെ ആവരുതെന്നും ഈ പെണ്ണിനെ പോലെ ആവണമെന്നും നീ പറയുന്നു എന്ന് ഉമ്മ കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ കുഞ്ഞു മറുപടി പറഞ്ഞത്രേ, അറാകിബു ജബ്ബാറും മിനൽ ജബാബിറ. ഉമ്മ, ആ വാഹനപ്പുറത്ത് മസില് കാണിച്ചു പോയ മനുഷ്യൻ ജബ്ബാറും മിനൽ ജബാബിറ, ആര് പറഞ്ഞാലും സത്യം സ്വീകരിക്കാൻ പറ്റാത്ത, സത്യം സ്വീകരിക്കാൻ സന്മനസ്സില്ലാത്ത അഹങ്കാരിയാണ് അയാൾ. അങ്ങനത്തെ ആളെപ്പോലെ ആവണമെന്ന് എങ്ങനെ ഉമ്മ നിങ്ങൾക്ക് പറയാൻ കഴിയും? വഹാദിഹിൽ അമഹ, എന്നാൽ ഈ അടിമപ്പെണ്ണ് യഖൂലൂന, ആളുകൾ അവരെ പറ്റി പറയുന്നുണ്ട്, സറഖതി, നീ മോഷ്ടിച്ചിട്ടുണ്ട് എന്നവളോട് പറയുന്നു, സനൈതി, നീ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. വലം തഫ്അൽ, ഉമ്മ, ആ പെണ്ണ് നിരപരാധിയാണ്, ആ പെണ്ണതൊന്നും ചെയ്തിട്ടില്ല, ആളുകൾ വെറുതെ ആരോപിക്കുകയാണ്. നല്ലൊരു അല്ലാഹുവിനെ ഭയപ്പെടുന്ന പെണ്ണാണവൾ. എന്നാൽ ജനങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. അതുകൊണ്ട് ആ സച്ചരിതയായ പെണ്ണിനെ പോലെ വ്യഭിചാരം ചെയ്യാതെ, മോഷണം ചെയ്യാതെ ജീവിക്കലാണ് അടികൊണ്ടാലും നല്ലത്, സജ്ജനങ്ങളെ പോലെ ജീവിക്കലല്ലയോ? അതുകൊണ്ടാണ് ഉമ്മ ഞാനത് പറയാൻ കാരണമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വിവരിച്ചു തരുന്നു. അല്ലാഹു നൽകുന്നൊരു സന്ദേശമാണ്. കാലങ്ങളിൽ എവിടെയോ അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ നുബുവത്തിന്റെ വെളിച്ചത്തിൽ പുണ്യനബി നമുക്ക് പറഞ്ഞു തരുന്ന അറിവുകളാണത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മനുഷ്യനെ നന്നാക്കുകയാണെങ്കിൽ പ്രത്യക്ഷത്തിൽ നമുക്കറിയാൻ പറ്റാതെ പോയാൽ തന്നെയും നന്മ നന്മ തന്നെയാണ്, സ്വലാഹ് സ്വലാഹ് തന്നെയാണ്, സ്വാലിഹ് സ്വാലിഹാണ്, സ്വാലിഹത്ത് സ്വാലിഹത്ത് തന്നെയാണ്. ആളുകൾ എന്ത് പറഞ്ഞാലും എന്ത് തെറ്റിദ്ധരിച്ചാലും, എന്നാൽ പ്രത്യക്ഷത്തിൽ ആള് നല്ലവനാണെന്ന് തോന്നിയേക്കാം, പക്ഷേ മനസ്സുകൊണ്ട് ധിക്കാരിയാണ്, അല്ലാഹുവിനെ അനുസരിക്കാത്തവരാണെങ്കിൽ അവരെ പോലെ ആവരുത് എന്ന് പഠിപ്പിക്കുകയാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സജ്ജനങ്ങൾ വെളിച്ചം വിതറിയ വഴികളിലൂടെയാണ് നമുക്ക് നടക്കേണ്ടത്. മഹാനായ മുസ്അർ ഇബ്നു ഖുദാം റഹ്മത്തുള്ളാഹി തആല അലൈഹി, മഹാനവറുകൾ ഒരു കാര്യം പറയട്ടെ, ഒരു സംശയവുമില്ലാത്ത ഹലാൽ ഞാൻ പറഞ്ഞു തരാം. ഒരു മനുഷ്യന് പച്ചയായ ഹലാല് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ രണ്ടെണ്ണമാണ് അതിന് വഴിയെന്നാണ് എൻ്റെ അഭിപ്രായമെന്ന് മഹാനായ മുസ്അർ ഇബ്നു ഖുദാം റഹ്മത്തുള്ളാഹി തആല അലൈഹി ഈ സംഭവം മഹാനായ അബൂ നഈം അൽ അസ്ഫഹാനി ഹില്യത്തുൽ ഔലിയായിൽ ഉദ്ധരിക്കുന്നു. എന്താണ് 2 കാര്യം? ഒന്ന്, അല്ലാഹു ഒഴുക്കുന്ന ഒരു പുഴയിൽ നിന്ന്, അല്ലാഹു ഒഴുക്കുന്ന ഒരു അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കുന്നത്. ആരുടെയും ഒരു കിണറിന്റെ ഒരു മോട്ടറോ ഒരു കരണ്ടോ ഒന്നോട് ഉപയോഗിക്കുന്നില്ല, അല്ലേ? നാച്ചുറലാണ്. ഒരു വാട്ടർഫാൾ, ഒരു വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര കൗതുകമാണല്ലേ? നമ്മുടെ ടാങ്ക് തുറന്നു വിട്ടോക്കണം. വെള്ളച്ചാട്ടത്തിന്റെ അത്ഭുതം എത്രയാണെന്ന് അറിയാം. സ്വന്തം വീട്ടിലെ ടാങ്ക് ഒന്ന് അഴിച്ചിട്ട് 10 മിനിറ്റിനുള്ളിൽ തീരൂലേ വെള്ളം? അല്ലാഹുവിന്റെ ടാങ്കിന്റെ വെള്ളമാണ് അനുസ്യൂതം ഈ ഒഴുകുന്നത്. നമ്മൾ ഉറങ്ങിയാലും വെള്ളച്ചാട്ടം ആതിരപ്പള്ളിയിലില്ലേ, നമ്മുടെ പരിസരത്തുള്ളത് എനിക്കറിയില്ല, അതങ്ങനെ ഒഴുകുകയാണ്. നയാഗ്ര വാട്ടർഫാൾ മുതൽ കൊച്ചു കൊച്ചു വാട്ടർഫാളുകൾ മൂന്നാറിലില്ലേ, ഇടുക്കിയിലില്ലേ, അങ്ങ് വയനാടിലുണ്ട്, മലയോരങ്ങളിലൊക്കെ ഉണ്ട്. എത്രയാണ് അതിന്റെ സ്റ്റോറേജ്? ഇതൊക്കെ മലന്റെ മുകളിൽ നിന്നാണ് വരുന്നത്, അല്ലേ?
അപ്പം അങ്ങോട്ട് മോട്ടർ ഇല്ലാതെ വെള്ളമടിച്ച് കയറ്റണം. അള്ളാഹുവിൻ്റെ സിസ്റ്റം നോക്കണം. അവിടെ സ്റ്റോറേജ് ഒരു സ്പേസ് ഒന്നും അവിടെ ഇല്ലല്ലോ. ഭൂമിൻ്റെ ഉള്ളിൽ നിന്ന് വരണ്ടേ? എത്രയാണ് ഒഴുകുന്ന വെള്ളത്തിന്റെ വോള്യം? എത്ര ക്യൂബിക് മീറ്ററുകളാണ് ഒഴുകുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? എവിടുന്നാണ് ഈ സ്റ്റോറേജ്? എവിടുന്നാ അവിടെ ചെയ്ത് മേലോട്ട് കൊണ്ടുപോകും? താഴത്ത് നല്ലല്ലോ ഒഴുകും, മേലെന്നല്ലേ വരുന്നത്. അടിയിൽ നിന്ന് വെള്ളം മേലോട്ട് കയറണം. നമ്മൾ ആലോചിക്കാറുണ്ട്, നമ്മളൊരു സെൽഫി ഒക്കെ എടുത്തിട്ട് പോകുന്നുണ്ടാവും. ഇത് എത്ര വലിയ നിഅമത്താണ്. ഷല്ലാൽ വാട്ടർഫാളുകൾ എത്ര വലിയ അത്ഭുതമാണ്. എന്തെല്ലാം അത്ഭുതങ്ങൾ അവിടെ, എന്തെല്ലാം ഫിസിക്സ് അവിടെ വർക്കൗട്ട് ചെയ്യണം, എന്തെല്ലാം അല്ലാഹുവിന്റെ നാച്ചുറൽ റൂൾസ് അവിടെ അപ്ലൈ ചെയ്തിരിക്കണം. ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്നോ ഒരു അരുവിയിൽ നിന്നോ നിങ്ങൾ വെള്ളം കുടിക്കുന്നത് അത് പ്യൂർ ഹലാലാണ്. അത് അള്ളാന്റെ വെള്ളമാണ്, അല്ലേ? മഹാൻ പറഞ്ഞത്, മിശ്അർ ഇബ്നു ഖുദാം തങ്ങൾ പറയുന്നത്, ഫുറാത്ത് യൂഫ്രട്ടീസ് നദിയിൽ നിന്നാണ്. യൂഫ്രട്ടീസ് നദി ദുനിയാവിലെ നദികളിൽ അഞ്ചാമത്തെ, ദുനിയാവിലെ നല്ല ലോകത്തുള്ള വെള്ളങ്ങളിൽ അഞ്ചാമത്തെ ശ്രേഷ്ഠമായ വെള്ളമാണ് യൂഫ്രട്ടീസ്. ഒന്ന് പുണ്യനബിയുടെ വിരലിൽ നിന്ന് നണപൊട്ടി ഒഴുകിയ വെള്ളം, നമുക്കിനി കിട്ടാനില്ല, സ്വഹാബത്ത് കുടിച്ചു കഴിഞ്ഞു. 2 സംസം, 3 ഹൗദുൽ കൗസറിലെ വെള്ളം, അത് സ്വർഗത്തിലെ ഉണ്ടാവും. 4-ാമത്തേത് നൈൽ നദിയിലെ വെള്ളം, 5-ാമത്തേത് യൂഫ്രട്ടീസ് നദി. യൂഫ്രട്ടീസ് നദി മിനിഞ്ഞാന്നാ കണ്ടത്. യൂഫ്രട്ടീസ് ഇറാഖിൽ ഒഴുകുന്നുണ്ട്. ഇവിടെ തുർക്കിയുടെ ഭാഗത്തുകൂടെ, തുർക്കിയുടെ ഷാംലി ഉർഫ എന്ന് പറയുന്ന പ്രദേശമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജനിച്ച സ്ഥലം അവിടെയാണ്. അവിടെ യൂഫ്രട്ടീസിന്റെ ഒരു കൈവരി ഒഴുകുന്നുണ്ട്. എന്താ നിറഞ്ഞൊഴുകുന്ന വെള്ളം! സുബ്ഹാൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിലിട്ട സ്ഥലം ഞാൻ വിചാരിച്ചോന്ന ചരിത്രത്തിൽ ഉണ്ടാവില്ല. ചെന്ന് നോക്കുമ്പോൾ എന്തൊരു മനോഹരം! അവിടെ വലിയൊരു മസ്ജിദാണ്. അത്ഭുതം എന്താണെന്നറിയോ? ആ തീയിലിട്ട ഇടം ഇപ്പൊ ഒരു പള്ളിയാണ്. അവിടം അല്ലാഹു നീ തണുപ്പായി മാറുക തീയെ എന്ന് പറഞ്ഞ ആ സംഭവത്തിന് ശേഷം അവിടെ നിന്ന് വെള്ളം ഉറവ വന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴും വെള്ളത്തിന്റെ ഉറവയാണ്. അന്ന് തീയിട്ടെടുത്ത അല്ല ഇപ്പോഴും വെള്ളമാണ്. അന്ന് അത് തണുപ്പായി മാറിയെന്ന് മാത്രമല്ല, ഇപ്പോഴും വെള്ളമാണ്. ആ പള്ളിയിലേക്ക് എത്ര വലിപ്പമുള്ളൂ പള്ളി, പക്ഷെ ഫുള്ള് ഗ്ലാസ് പാനലാണ്. അതിനടിയിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നു. ഇപ്പുറത്തൊരു തടാകം പോലെ വെള്ളമുണ്ട്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം എത്തി. ആ നാട്ടുകാരൊന്നും, എൻ്റെ കൂടെ അവിടുത്തെ ഒരു തുർക്കിക്കാരനായ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു, അഹമ്മദ് എന്ന് പറയുന്ന ആൾ. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളിവിടെ കയറാറില്ല, ഖലീലുല്ലാഹി തീയിലിട്ട സ്ഥലല്ലേ എന്ന് പറഞ്ഞിട്ട്. ഇബ്രാഹിം നബി ജനിച്ച സ്ഥലം തൊട്ടപ്പുറത്ത്, അതിന്റെ മീതെ ഒരു മലയാണ്. ആ മലയുടെ മുകളിൽ ഖാറൂനിന്റെ കോട്ടയുണ്ട്, ഇപ്പോഴുണ്ട്. അവിടെ 2 മുനാരമുണ്ട്. ആ മുനാരം ഒരു മുനാരം പോലെ, ഒരു പഴയകാലത്തെ കോട്ടയുടെ അവശിഷ്ടം പോലെ. അതിന്റെ ഇടയിൽ നിന്നാണ് അത്ര ഇബ്രാഹിം നബിയെ മിഞ്ചനീക്കിലിട്ടിട്ട് ആ ഒരു ക്യാനനിൽ നിന്ന് ഇബ്രാഹിം നബിയെ തൊടുത്തു വിടുകയാണ് ഉണ്ടായതെന്നല്ലേ. മേലെന്ന് താഴെ കിട്ടതാ, പെട്ടെന്ന് താഴേക്ക് വീഴും. ആ മലയുടെ ഒരു 100 മീറ്റർ 200 മീറ്റർ ഇപ്പുറത്താണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീയിലിട്ട സ്ഥലം. അവിടെ വെള്ളമാണിപ്പോ, ഉറവയാണ്, നല്ല സമൃദ്ധം. ആ വെള്ളം കുടിക്കാൻ പറ്റും. ഞാൻ കുടിച്ചു. അതിന്റെ ഇപ്പുറത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ജനിച്ച സ്ഥലമുണ്ട്. അതൊക്കെ അവിടെ മഖാമു ഖലീലില്ല, അങ്ങനെയാണ് അവർ പറയാ. വലിയൊരു മസ്ജിദ് ഉണ്ട് അവിടെ. ഇതിന്റെ താഴെ ഒരു മഗാറ, ഒരു ഗുഹയാണ്. അവിടെയും വെള്ളമാണ്. അത് ഈ തീയിട്ട സമയം മുതൽ വെള്ളം ഉറവിട്ട് ആ ഉറവ ആ ഗുഹയുടെ ഉള്ളിലും ഉറവയാണ്. അവിടെ ഇബ്രാഹിം നബിയെ കിടത്തിയ സ്ഥലമുണ്ട്. സുബ്ഹാനല്ലാഹ്, അത്ഭുതങ്ങൾ. ആളുകൾ, നൂറുകണക്കിന് ആളുകൾ വന്ന് സന്ദർശിക്കും. വലിയൊരു ഗവൺമെന്റ് ഏരിയയാണ്. അവിടെ ടിക്കറ്റ് ഒന്നുമില്ല, എല്ലാവർക്കും പോയി സന്ദർശിക്കാം. ഇസ്തംബൂളിൽ നിന്ന്, തുർക്കിയിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ ഫ്ലൈറ്റിന് യാത്ര ചെയ്യണം. അപ്പോഴാണ് ഷാംലി ഉർഫയിലേക്ക് എത്തുക. അതൊക്കെ പഴയകാല ബാബിലോണിയയാണ്. പഴയകാലത്തെ ബാബിലോണിയയുടെ വലിയൊരു പ്രദേശം ഇപ്പോൾ തുർക്കിയുടെ സൗത്ത് ഈസ്റ്റിലാണ് കിടക്കുന്നത്. സൗത്ത് ഈസ്റ്റ്. സുബ്ഹാനല്ലാഹ്, വലിയ അത്ഭുതം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അത്ഭുതങ്ങൾ ബാക്കി നിൽക്കുക. അവർ ഇബ്രാഹിം നബിയെ, അവിടെ ഇബ്രാഹിം നബി മരിച്ചു കിടക്കുന്ന പോലെ അത്ര ബഹുമാനത്തിലാകാണ്. ഇബ്രാഹിം ചെരുപ്പൊക്കെ ഉരിവെച്ച് വളരെ ബഹുമാനത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പ്രസവിക്കപ്പെട്ട ഇടമാണ്. അവിടെ ചെന്ന് ദുആ ചെയ്യും. ഇവിടുത്തെ വലിയൊരു ജുമുഅത്ത് പള്ളിയുണ്ട്. സ്വലാഹുദ്ദീൻ അയ്യൂബി ഉണ്ടാക്കി വെച്ച വലിയൊരു ജുമുഅത്ത് പള്ളിയുണ്ട്. അവിടെ ഒരുപാട് അത്ഭുതങ്ങളുള്ള പള്ളി. 5 കമാനങ്ങൾ, ഇസ്ലാം കാര്യത്തിന്റെ 5 എണ്ണം, പിന്നെ 6 വലിയ കമാനങ്ങൾ, 6 ഈമാൻ കാര്യങ്ങൾ, പിന്നെ അശ്റത്തുൽ മുബശ്ശിരീങ്ങളുടെ എണ്ണത്തിന് ജനലുകൾ. അങ്ങനെ ഒരുപാട് ഹിക്മത്തുകളുടെ ഒരു വലിയൊരു കൺസ്ട്രക്ഷനാണ് അവിടെ ചെയ്തിട്ടുള്ളത്. സ്വലാഹുദ്ദീൻ അയ്യൂബി വലിയ മഹാനാണ്. ഇസ്ലാമിന്റെ ആധാറുകൾ ലോകത്ത് നിലനിർത്തിയ വലിയൊരു നേതാവാണ് സ്വലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി തആല അലൈഹി. അവിടെ എവിടെ പോയി നമുക്ക് കാണാൻ പറ്റും. ഒക്കെ അവിടെ നിലനിൽക്കുകയാണ്. സുബ്ഹാന ജല്ല ജലാലു. ഫുറാത്ത്, യൂഫ്രട്ടീസ് നദി അവിടെ ഒഴുകുന്നുണ്ട്. യൂഫ്രട്ടീസിന്റെ 5 വലിയ കൈവരികളിൽ ഒന്ന് ഈ ഷാംലി ഉർഫയിലൂടെ, അൽ ഉർഫ എന്നാണ് പ്രദേശത്ത് അറിയപ്പെടുക. അതിലൂടെയാണ് കടന്നു പോകുന്നത്.
മഹാനവറുകൾ പറഞ്ഞു, ഏറ്റവും ഹലാലായ രണ്ട് കാര്യങ്ങളിൽ ഒന്ന്, നിങ്ങൾ ഫുറാത്തിൽ പോയി, യൂഫ്രട്ടീസിൽ പോയി വെള്ളം കുടിക്കലാണ്. അല്ലെങ്കിൽ ഒരു നല്ല സ്വാലിഹായ ഒരു നല്ല കൂട്ടുകാരൻ, തട്ടിപ്പും വെട്ടിപ്പൊന്നും ഇല്ലാത്ത, നുണ പറയാത്തൊരു നല്ല മനുഷ്യൻ നിങ്ങൾക്കൊരു സമ്മാനം, ഒരു ഹദിയ കൊണ്ടുവന്നു. ഇത് രണ്ടേ മനുഷ്യന് കിട്ടുന്നതിൽ ഹലാലായ രണ്ടെണ്ണം ഉള്ളൂ എന്ന് മഹാനവറുകൾ മഹാനായ മുസ്അബ് ഇബ്നു ഖുദാം റഹ്മത്തുള്ളാഹി തആല അതിനെ സംബന്ധിച്ചുള്ള ചില ചർച്ചകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഒന്ന് സ്വലാത്ത് ചൊല്ലിയിരിക്കാം. നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മണിക്കൂർ 3 മിനിറ്റുമായി. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലിയിരിക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خيرا. بسم الله. രണ്ട് ഹലാലുകളെ സംബന്ധിച്ചാണ് മഹാനായ മുസ്അബ് ഇബ്നു ഖുദാം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഇതിൽ ഒരു ദാനം നൽകുന്നത്, നിങ്ങൾക്കൊരു സമ്മാനം ലഭിക്കുന്നത് പോലും ഒരു സ്വാലിഹായ മനുഷ്യനിൽ നിന്നാവണം എന്നൊരു നിഷ്കർഷത. ഞാൻ ആ ഭാഗമാണ് നമ്മുടെ വിഷയവുമായി ബന്ധിക്കുന്നത്. സ്വാലിഹീങ്ങളെ സംബന്ധിച്ചല്ലേ പറയുന്നത്. ഒരാൾ തരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദാനം, ഒരു പൈസ തന്നു, ഒരു അത്രകുപ്പി തന്നു, ഉദാഹരണം ഒരു ഈത്തപ്പഴം തന്നു, എന്തെങ്കിലും സമ്മാനം തന്നു, നിങ്ങളുടെ വിവാഹം നടക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു വിശേഷം നടക്കുക, നിങ്ങളെ സഹായിച്ചു, അത് തരുന്ന മനുഷ്യൻ ഒരു സ്വാലിഹാവണം എന്ന് നിങ്ങൾ നോക്കാറുണ്ടോ? സ്വാലിഹീങ്ങളുടേതല്ലേ സ്വീകരിക്കാൻ പാടുള്ളൂ, അല്ലാത്തത് സ്നേഹത്തോടെ നിങ്ങൾക്ക് നിരസിക്കാമല്ലോ. ഒരു മുഅ്മിൻ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഇതൊക്കെ പറയുമ്പോൾ കുറച്ച് പ്രയാസം തോന്നും. നിനക്ക് നോക്കിയപ്പോൾ എന്തെങ്കിലും വാങ്ങാൻ പറ്റുമോ എന്നൊക്കെ തോന്നണ്ട. എന്നാലും ഞാനൊന്ന് പരിശ്രമിക്കട്ടെ എന്നാ പറയുന്നത്. ഖുലു ഇൻഷാ അല്ലാഹ്, അങ്ങനെ പറയാം. ഞങ്ങളെ കൊണ്ടാവൂലേ എന്ന് പറയരുത്. ഞങ്ങൾ പരിശ്രമിക്കാം, ഞാനും പരിശ്രമിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതെനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ബാധകമാണ്. സ്വാലിഹായ ഒരു മനുഷ്യനിൽ നിന്ന് കിട്ടുന്ന ഹദിയ. രണ്ട് കാര്യത്തിനാണ് സമ്മാനങ്ങൾ നൽകുക, ഹദിയ നൽകുക. ഒന്ന് സ്നേഹം കൊണ്ട്, വെറും സ്നേഹം മാത്രം, വേറൊന്നും തിരിച്ചു പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് ആ വ്യക്തിയെ ഇഷ്ടമാണ്, അപ്പൊ ഞാനൊരു ഹദിയ കൊടുക്കും. പിന്നെ ഇഷ്ടമാണ്, മൂപ്പരെന്ന് എന്തെങ്കിലുമൊക്കെ മൂപ്പര വഴിക്ക് ഒരു ഉപകാരം എനിക്ക് കിട്ടേണ്ടതുണ്ട്, അത് ഉദ്ദേശിച്ചുകൊണ്ടും കൊടുക്കാം. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾക്കാണ് കൊടുക്കാം, അല്ലേ? ഒന്ന് സ്നേഹം, മറ്റൊന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം അയാൾ വഴി കിട്ടേണ്ടതുണ്ട്, അപ്പൊ കിടക്കട്ടെ, എന്നാ പിന്നെ ആ പേരും വെച്ച് നടക്കാമല്ലോ എന്ന ചിന്തയിലും രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കൊടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, തഹാദു ഫഇന്നൽ ഹദിയത തുദഇഫുൽ ഹുബ്ബ്. തഹാദു, നിങ്ങൾ പരസ്പരം സമ്മാനങ്ങൾ നൽകണമേ. പരസ്പരം അങ്ങോട്ടും കൊടുക്കണം, ഇങ്ങോട്ടും കൊടുക്കണം, രണ്ടുപേരും കൊടുക്കണം. ഒരാൾ വാങ്ങിക്കാൻ മാത്രം നിൽക്കരുത്. തഹാദു, നിങ്ങൾ സമ്മാനങ്ങൾ കൈമാറണമേ പരസ്പരം. ഇന്നൽ ഹദിയത തുദഇഫുൽ ഹുബ്ബ, കാരണം സമ്മാനങ്ങൾ സ്നേഹത്തെ ഇരട്ടിയാക്കുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്മാനങ്ങൾ സ്നേഹത്തെ ഇരട്ടിയാക്കും. ഹദിയകൾ, ഒരു വീട് കുടിയിരിക്കുന്നു, നമ്മൾ ഹദിയ കൊടുക്കും, അല്ലേ?
നമ്മുടെ നിയ്യത്തൊന്ന് നന്നാക്കിയാൽ മതി. കൊടുക്കുമ്പോ എന്താ പറയാ, ഞാൻ ഇപ്പൊ ഒരു കട്ടിൽ കൊടുക്കുന്നുണ്ട്, എന്റെ പുരപ്പണി നടന്നുകൊണ്ടിരിക്കുക, അപ്പൊ 2 കട്ടിൽ ഇപ്പൊ കിട്ടണം ഇയാളുടെ അടുത്ത് നിന്ന്, അപ്പൊ കിടക്കട്ടെ 1. അത് മോശമാണ്. നിങ്ങളുടെ ഉദ്ദേശം പോയി, കാശ് പോയി. അവിടെ ഉണ്ടാവോ? കാണേയില്ല. ലിസ്റ്റിൽ പോലും അല്ലാഹുവിന്റെ മലക്കൾ എഴുതുന്നില്ല. നേരെ മറിച്ച് എന്റെ കൂട്ടുകാരന് ഒരു ആവശ്യം വന്ന നേരമാണ്, ഞാൻ സഹായിക്കണം. തങ്ങൾ പറഞ്ഞു, നിഅമശ്ശൈഉൽ ഹദിയതു അമാമൽ ഹാജ. ഒരു മനുഷ്യന് ആവശ്യം വരുമ്പോൾ ഏറ്റവും നല്ല ഹദിയ, ഏറ്റവും നല്ലത് ഹദിയയാണ് ഒരു മനുഷ്യന് കൊടുക്കാൻ നല്ലത്. ഒരാവശ്യമുണ്ട്, അയാൾക്ക് ആശുപത്രി കേസുണ്ട്, മരുന്ന് വാങ്ങിക്കണം, ദുർബലനാണ്, ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അസുഖബാധിതനായി വീട്ടിൽ കിടപ്പാണ്. അങ്ങനത്തെ ഒരാൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും നല്ല സാധനം അൽ ഹദിയ, നിങ്ങൾ സമ്മാനമായി കൊടുക്കുന്നതാണ് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ദാനം ചെയ്യുമ്പോൾ അയാളിൽ നിന്ന് തിരിച്ചെന്തെങ്കിലും കിട്ടണമെന്നുദ്ദേശിച്ച് ദാനം ചെയ്യാം. ആ കിട്ടണമെന്ന് വിചാരിക്കപ്പെടുന്നതിൽ നല്ലതുമുണ്ട്, ചീത്തയുമുണ്ട്. നല്ലതെന്ത്? ഏതുപോലെ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണമേ, ദ്വാരക്കണേ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു തരയണമേ, അങ്ങനെ ഏതെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഹദിയ കൊടുക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത വല്ലതും ചെയ്യാനാണ് നിങ്ങൾക്ക് ദാനം ചെയ്യുന്നതെങ്കിൽ ആ ദാനം സ്വീകരിക്കരുതേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് ഒരാൾ സ്നേഹത്തോടെ ഒരു ദാനം ചെയ്താൽ അതിന് പകരം നിങ്ങൾ കൊടുക്കണമെന്നും പഠിപ്പിച്ചിട്ടുണ്ട് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്ബലുൽ ഹദിയത വയുസീബു അലൈഹാ. നബി തങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകപ്പെടുമ്പോൾ അത് സ്വീകരിക്കുകയും അതിന് പകരം തിരിച്ചു കൊടുക്കുകയും നബി തങ്ങൾ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് അന്ന് നബി തങ്ങൾ ഒരു മലഞ്ചെരുവിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു അറാബിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലേണ്ടി വന്നു. മരുഭൂമികളിൽ അറാബികൾ ഉണ്ടാവും, ഇങ്ങനെ കാടിൽ താമസിക്കുന്നവർ. അപ്പൊ ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു കപ്പ് പാല്, ഇതൊക്കെ അവിടെ ഉണ്ടാവുള്ളൂ. തങ്ങൾ അവിടെ ചെന്നിറങ്ങിയപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനെ ആ മനുഷ്യൻ സഹായിച്ചു. നബി തങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തു, കഴിക്കാൻ കൊടുത്തു അയാളുടെ അടുത്തുള്ളത്. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മദീനയിലേക്ക് വന്നാൽ എന്നെ ഒന്ന് കാണണേ എന്ന് നബി തങ്ങൾ പറയുകയും ചെയ്തു. എന്തിനെന്നറിയോ? തങ്ങൾക്ക് ചെയ്തു കൊടുത്തതിന് പകരം ചെയ്യാൻ. നിങ്ങളുടെ അടുത്ത് അപ്പം ഒന്നുമില്ല, യാത്രയിലാണ്. നിങ്ങൾ മദീനത്ത് വരുമ്പോഴേ എന്നെ ഒന്ന് കാണാതെ പോകരുതേ, എന്നെ വന്ന് കാണണം. ആ മനുഷ്യൻ വന്നു മദീനത്തേക്ക്, തങ്ങളുടെ അടുത്ത് വന്നു. തങ്ങളോട് പറഞ്ഞു, നബിയെ ഓർമ്മയുണ്ടോ അന്ന് മരുഭൂമിയിൽ? ആ ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. സല്ലി ഹാജതക, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചോളൂ. അവർ പറഞ്ഞു, നബി എനിക്ക് പോകാൻ ഒട്ടകം വേണം, വാഹനം വേണം. അങ്ങനെയുണ്ട്, നാട്ടിക്ക് വന്ന് വിരുന്ന് വന്നതാ. എന്താ വേണ്ടത്? എനിക്കൊരു സ്വിഫ്റ്റ് കാർ വാങ്ങി തന്നാ കുഴപ്പമില്ല. അന്നത്തെ കാറല്ലേ ഒട്ടകം എന്ന് പറഞ്ഞാൽ. നബിയോട് ചോദിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം, ബസ്സിന് പോകാൻ ബസ് ഫെയർ അല്ലേ ചോദിച്ചത്, എനിക്ക് വാഹനം വേണം. തങ്ങളെ സ്വഹാബികളോട് സഹായിക്കാൻ പറഞ്ഞു. ഒരു ഒട്ടകം റെഡിയായി. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നറിയോ? തങ്ങൾ ഇങ്ങോട്ട് സഹായിച്ചതല്ലേ, അതിന് പകരം ചെയ്തു കൊടുക്കുക. വീണ്ടും പറഞ്ഞു, സല്ലി ഹാജതക, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞു തരൂ. പറഞ്ഞു, നബി എനിക്ക് വളർത്താൻ കുറച്ച് ആടുകളെ വേണം. കുറച്ച് ആടുകളെ. അറാബിയാണ്, ചോദിക്കുന്ന കൈ കണക്കൊന്നുമില്ല. തങ്ങൾ കുറച്ച് ആടുകളെ സംഘടിപ്പിച്ചു. തങ്ങൾ ചോദിച്ചു, വീണ്ടും ഇനി എന്താ വേണ്ടത്? നബിയെ ഒരു നായ വേണം, ഈ ആടുകളൊക്കെ നോക്കാൻ ഒരു നായ വേണം. ആടുകളൊക്കെ, കന്നുകാലികളെ നോക്കാൻ ട്രെയിൻ ചെയ്യപ്പെട്ട നായകൾ, മുഖല്ലിബീൻ ഖുർആൻ പറഞ്ഞില്ലേ, അങ്ങനത്തെ നായകൾ, കൃഷിക്ക് ഉപയോഗിക്കുന്ന നായകൾ, കൃഷി സംരക്ഷിക്കാൻ. അതും തങ്ങൾ സംഘടിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് തങ്ങളുടെ മനസ്സിലൊരു വിഷമം, ഈ മനുഷ്യനോട് എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, നബിയെ എനിക്ക് സ്വർഗം വേണം, എനിക്ക് അള്ളാന്റെ അടുത്ത് എത്തണം, അങ്ങയുടെ കൂടെ ഇങ്ങനെയൊക്കെ ചോദിക്കാമായിരുന്നല്ലോ. അളവൊന്ന്, നായ വേണം, ആട് വേണം, ഒട്ടകം വേണം. തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്തേ മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ ആ ഒരു വൃദ്ധയായ പെണ്ണിനെ പോലെ ആവാൻ നിങ്ങൾക്ക് എന്തേ പ്രയാസം? സ്വഹാബി, എന്താ നബി ആ വൃദ്ധയുടെ കഥ? ചരിത്രം നമ്മൾ ഒരു വേളയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും മറന്നുപോയെങ്കിൽ ഓർപ്പിക്കാം. എന്താണ് ആ വൃദ്ധയുടെ കഥ നബിയെ? ആ
പെണ്ണിനെ പോലെ നിങ്ങൾക്ക് ആയിക്കൂടെ? അപ്പൊ എന്താ നബി ആ പെണ്ണ് ചെയ്തത്? നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം മരണപ്പെടുകയും മഹാനവറുകളെ നൈൽ നദിയുടെ ഒരു കരയിൽ കൊണ്ടുപോയി മറവ് ചെയ്യുകയും ചെയ്തപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം നൈൽ നദിയുടെ ഇക്കര നിന്നപ്പോൾ അവിടെ ഭയങ്കര ബർക്കത്തായിരുന്നു. അപ്പൊ ഇപ്പുറത്തെ നാട്ടുകാർ പറഞ്ഞു ഞങ്ങളുടെ ഇങ്ങോട്ട് വരണം. നൈൽ നദിയുടെ പടിഞ്ഞാറ് ഭാഗമാണ് ജീസ, പിരമിഡൊക്കെ ഉള്ളത് നൈൽ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ്. അവിടെയാണ് രാജാക്കന്മാരുടെ ഖബറാണ് ഈ പിരമിഡ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ വയ്യത്ത വെക്കുക. ഇപ്പുറത്ത് നൈൽ നദിയുടെ കിഴക്ക് ഭാഗമാണ് രാജാക്കന്മാർ താമസിച്ച സ്ഥലം. അവര് കിഴക്ക് ഭാഗം ഉദയമാണ്, ഉയർച്ചയാണ്, അവിടെ താമസിക്കുന്നത്. അസ്തമയം മരണമല്ലേ, അവിടെ ഖബറായിക്കോട്ടെ. അങ്ങനെയാണ് പടിഞ്ഞാറ് ഭാഗം ഖബറിന് അവരാക്കിയത്. പിരമിഡുകളൊക്കെ കാണും നൈൽ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് കാണാം. ഇരിക്കട്ടെ. അപ്പൊ ഇപ്പുറത്തെ മഹല്ലേര് പറഞ്ഞു യൂസുഫ് നബി ഞങ്ങളെ നാട്ടിൽ ഒന്ന് വരെ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്കും വേണം ബർക്കത്ത്. യൂസുഫ് നബി ഇപ്പുറത്ത് വന്നു. അവിടെ ഭയങ്കര ബർക്കത്തായി. യൂസുഫ് നബി അലൈഹിസ്സലാം വഫാത്താവുകയാണ്. മയ്യത്ത് എവിടെ വെക്കണം? ഇക്കരക്കാർ പറഞ്ഞു ഞങ്ങൾ വിട്ടുതരൂല, അക്കരക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് വേണം, ഞങ്ങൾ വിട്ടുതരില്ല. ഞങ്ങളുടെ നാട്ടിലല്ലേ മുമ്പുണ്ടായിരുന്നത്, ഞങ്ങളുടെ നാട്ടിലല്ലേ പഴയ മുദരിസല്ലേ, ഞങ്ങൾക്ക് വേണം. മറ്റൊരു ഞങ്ങളുടെ നാട്ടിലല്ലേ അവസാനം വന്ന് ദർശനത്തിയത്, ഞങ്ങൾക്ക് വേണം. അങ്ങനെ അവസാനം രണ്ടു കൂട്ടർക്കും ആ ബറക്കത്ത് കിട്ടാൻ വേണ്ടി നൈൽ നദിയുടെ മധ്യത്തിൽ കുറെ ചെറിയ ചെറിയ ദ്വീപുകൾ പോലെ ഉണ്ട്. ഇന്ന് ചെന്ന് കെയ്റോ നഗരത്തിലെ നൈൽ നദിയുടെ നടുവിൽ വരെ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു ദ്വീപുകളുണ്ട്. നൈൽ നദി വിശാലമായ വെള്ളമുള്ള നദിയാണ്. അറിയാലോ, 6600 കിലോമീറ്റർ ഓടുന്ന ലോകത്ത് ഒരേ ഒരു തെക്ക് നിന്ന് വടക്കോട്ടൊഴുകുന്ന നദിയാണ്. ഭയങ്കര അത്ഭുതമുള്ള നദിയാണത്. എല്ലാ നദികളും വടക്കും തെക്കോട്ട ഒഴുകുക. ഇത് തെക്ക് നിന്ന് വടക്കോട്ടൊഴുകുന്ന നദിയാണ്. ദ ലോങ്സ്റ്റ് റിവർ എവർ ഇൻ ദ വേൾഡ്. ഏതായിരുന്നാലും യൂസുഫ് നബി മറവ് ചെയ്തത് നൈൽ നദിയുടെ മധ്യത്തിൽ എവിടെയോ ആണ്. അതൊരു ഉമ്മക്ക് അറിയുള്ളൂ. മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലം. മൂസ നബി അലൈഹിസ്സലാം ഫലസ്തീനിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിന്റെ വഹി വന്നു. അന്ന് ജനങ്ങൾ പറഞ്ഞു, മൂസ നബിയെ നമ്മളൊക്കെ യാത്രയാവുകയാണെങ്കിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ താബൂത്ത് മഹാനവറുകളെ ഒരു പെട്ടിയിലാക്കിയിട്ടാണ് മറവ് ചെയ്തത്. ചെളിയിലാണല്ലോ മറവ് ചെയ്തത്. ആ പെട്ടിയും കൊണ്ടുപോകണം. അവരുടെ വാപ്പ വല്ലിപ്പമാര് താമസിക്കുന്നത് ഹിബ്രോണിലാണ്, അൽ ഖലീലിലാണ്, ഫലസ്തീനിൽ. അവിടെ കൊണ്ടുപോയി മറവ് ചെയ്യണമെന്ന വസിയ്യത്തുണ്ട്. മൂസാ നബിക്ക് വഹി കിട്ടി, അങ്ങനെ തന്നെയാണ് വേണ്ടത്. അപ്പൊ ഇത് എടുക്കണം. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഒരുപാട് മരണശേഷം ഇത് വലിയൊരു അത്ഭുതമാണ്. കിതാബുകളൊക്കെ അതിന് വിശദീകരണം കാണാൻ പറ്റും. എവിടെയാണ് ഈ ഖബർ? ആർക്കും അറിയണില്ല. ഒരു വൃദ്ധയായ ഉമ്മണ്ട്. ആ ഉമ്മാക്ക് മാത്രമേ അറിയൂ മൂസ നബിയെ. ആ ഉമ്മയെ ഒന്ന് കാണിച്ചു തരൂ. അപ്പോൾ ആളുകൾ പറഞ്ഞു കൊടുത്തു. മൂസാ നബി അലൈഹി സ്വലാം ഉമ്മന്റെ അടുത്തേക്ക് പോവാ. നബി തങ്ങൾ കഥ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉമ്മയെ പോലെ എന്താ ഇയാൾക്ക് ആവാൻ പറ്റാത്തത് എന്നാ തങ്ങൾ ചോദിച്ചത്. ഇയാള് നായ വേണോ, ആട് വേണോ, ഒട്ടകം വേണോ? ആ ഉമ്മ എന്താ ചോദിക്കുന്നത് എന്ന് നോക്കി. ആ ഉമ്മ ചോദിച്ച പോലെയെങ്കിലും നിങ്ങൾക്ക് ചോദിച്ചുകൂടെ എന്നാ തങ്ങൾ ചോദിച്ചത്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം ചൊല്ലിയാണ്. ഉമ്മയോട് ചോദിച്ചു, ഉമ്മ അയിന താബൂത്ത് യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് നബിയുടെ താബൂത്ത് എവിടെയാണ്? യൂസുഫ് നബിയെ മറവ് ചെയ്ത ആ ഒരു ഖബർ എവിടെയാണ്? ഉമ്മ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരണമെങ്കിൽ ഒരു ഷർത്തുണ്ട്, ഒരു നിബന്ധനയുണ്ട്. എന്താ? ഞാൻ ചോദിക്കണത് തരേണ്ടി വരും. പൊന്നാരമ്മാങ്ങൾ എന്താ ചോദിക്കാൻ പോകുന്നത്? നിങ്ങൾ തരുമെന്ന് ഉറപ്പുതാ എന്നാ ഞാൻ പറഞ്ഞുതരാം. ചോദിച്ചോളൂ. മൂസ നബിയേ, സ്വർഗത്തിൽ അള്ളാന്റെ പ്രവാചകരായ നിങ്ങളുടെ കൂടെ എനിക്ക് സ്വർഗത്തിൽ ഇരിക്കാൻ പറ്റണം. അത് തരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞുതരാം. മൂസാ നബി പറഞ്ഞു, പൊന്നാരമ്മ ആ ഖബർ ചൂണ്ടിക്കാണിച്ചു തരുന്ന ഇനി സ്വർഗമാണെന്നൊക്കെ പറഞ്ഞ കുറച്ച് ഓവറല്ലേ, ചെറിയൊരു ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തൂടെ? പറ്റൂല, എനിക്ക് തന്നെ വേണം. അള്ളാഹുവിന്റെ വഹി വന്നു. ഔഹല്ലാഹു ഇലാ മൂസ അൻ ഖുൽ ലഹാ, മൂസ നബിയെ ആ പെണ്ണിനോട് പറഞ്ഞോളൂ, അൻതി റഫീഖി ഫിൽ ജന്ന, നിങ്ങൾ എൻ്റെ കൂടെ സ്വർഗ്ഗത്തിലുണ്ട് എന്ന് പറഞ്ഞോളൂ മൂസ നബിയെ. ഫദല്ലത് അലാ ഖബരി. ആ നേരം മൂസ നബി പറഞ്ഞു, എന്നാ ശരി, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാം, സ്വർഗ്ഗം തരാം എന്ന് പറഞ്ഞിരും ഖബർ. അങ്ങനെ താബൂത്ത് കാണിച്ചു കൊടുത്തു. അതും ചുമന്ന് സീനാ മരുഭൂമിയിലൂടെ 1000ഓളം കിലോമീറ്റർ യാത്ര ചെയ്ത് ഇന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം കിടക്കുന്നത് സ്വന്തം വാപ്പയുടെ, വല്യാപ്പാന്റെ, അവരുടെ വാപ്പയുടെ കാലിന്റെ ചുവട്ടിലാണ്. ഹിബ്രോണിലെ മസ്ജിദിന്റെ താഴ്വാരത്ത്, ഹിബ്രോണിൽ ഖലീൽ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ഖബർ കിടക്കുന്നത് ഫലസ്തീനിലാണ്. ജനിച്ചത് പഴയകാല ബാബിലോണിയ, ഇന്നത്തെ ഇറാഖിന്റെ സൈഡ് വരുന്ന തുർക്കിയുടെ ഭാഗം. പിന്നെ ആ പള്ളിയിലേക്ക് കടക്കുമ്പോൾ വലതുഭാഗത്ത് 2-3 സ്റ്റെപ്പ് കഴിഞ്ഞാൽ വലതുഭാഗത്ത് യൂസുഫ് നബിയുടെ ഖബറാണ്. മേലെ ചെന്ന സാറാ ബീവി, ഇബ്രാഹിം നബി, യാക്കൂബ് നബി, ഇസ്ഹാഖ് നബിന്റെ ഭാര്യ റിഫ്കാ ബീവി, ഇവരൊക്കെ കിടക്കണ ഒരേ പള്ളിയാണ്. അവിടേക്ക് കൊണ്ടുപോയതാണ്. അപ്പൊ നബി തങ്ങൾ പറയാണ്, ആ ഉമ്മ ചോദിച്ച പോലെ ചോദിച്ചുകൂടായിരുന്നോ?
ആ ഉമ്മ ചോദിച്ചത് സ്വർഗമാണ്. അല്ലാഹു എനിക്ക് സ്വർഗം വേണം നബിയെ, കുഞ്ഞു നബിയെ സ്വർഗം എനിക്ക് തരണം, എനിക്ക് അങ്ങത് വാങ്ങിച്ചു തരണം. തങ്ങൾക്കത് കഴിയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലി ഹാജതക്. റബീഅത്ത് ഇബ്നു കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹുവിനോടാണ് നിങ്ങൾക്ക് എന്താ വേണ്ടത് ചോദിച്ചോളൂ. റബീഅ തങ്ങൾക്ക് ബുദ്ധിയുണ്ട്. മഹാൻ ചോദിക്കുകയാണ്, കാനന്നാസു യസ്അലൂനഹു ദിർഹമ വദ്ദറാഹിം. ദിർഹമുകളും ദീനാറുകളും നബിയോട് ചോദിക്കുന്ന കാലം എന്നോട് പുണ്യ നബി ചോദിച്ചു എന്താ വേണ്ടത്? ഞാൻ കൊടുത്ത മറുപടി അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നബിയെ അങ്ങയുടെ കൂടെ എനിക്ക് സ്വർഗ്ഗത്തിൽ കടക്കണം. അബ ഗൈറ ദാലിക് റബീഅ എനിതിങ് എൽസ്? വേറെന്തെങ്കിലും? അതന്നെയാണോ? ഉറപ്പിച്ചോ? അത് മതി നബി, എനിക്ക് വേറൊന്നും വേണ്ട. അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് ചിന്തിച്ചിട്ട് ആഗ്രഹിക്കണം. അള്ളാഹുവിനോടാണ് നിങ്ങൾ ചോദിക്കുന്നത്. ആ ചോദിച്ചതിൽ പിന്നെ സങ്കടപ്പെടരുത്. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ റിഫൈൻ ചെയ്തിരിക്കണം. യു ഹാവ് ടു റിഫൈൻ യുവർ ക്വസ്റ്റ്യൻസ് ബിഫോർ യു ആസ്ക് അല്ലാഹ്. അത് വലിയ സംഭവമാണ്. എന്തെങ്കിലും ചോദിക്കണം അള്ളാഹുവിനോട് കൃത്യമായും നിങ്ങൾ ആലോചിച്ചിട്ട് ചോദിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ. അത് ഉന്നതമാവട്ടെ. فإنه لا يدري ما يكتب له من أمنيته وصدق رسول الله صلى الله عليه وسلم. പുണ്യനബി തങ്ങൾ അതുകൊണ്ടാണ് ആട് വേണം, നായ വേണം, ഒട്ടകം വേണം എന്ന് പറഞ്ഞ ആ മനുഷ്യനോട് നിങ്ങൾക്ക് ആ മൂസ നബിയുടെ കാലത്തെ വൃദ്ധയായ ഉമ്മയെ പോലെ ഒന്നും ആവാൻ പറ്റണില്ലേ എന്ന് ചോദിച്ചത്. എന്തേ നിങ്ങൾ സ്വർഗം ചോദിക്കാത്തത്? തങ്ങൾ ചോദിച്ചതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, തഹാദു തഹാബു, നിങ്ങൾ പരസ്പരം ഹദിയ കൊടുക്കണമേ, എന്നാൽ നിങ്ങളുടെ സ്നേഹം വർദ്ധിക്കും, രൂഢമൂലമാകും. തഹാദു എന്ന് പറഞ്ഞാൽ തഫാഉൽ വസന, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് വായിക്കാൻ മാത്രം നിൽക്കരുത്, കൊടുക്കുന്ന. മഹാനായ സൈനുൽ ഉലമ ചെർശ്ശേരി ഉസ്താദ്, അല്ലാഹുവിന്റെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ക്ലാസ്സുകളിലൊക്കെ ഭയങ്കര തമാശ പറയും ഉസ്താദ്. ചിലതൊക്കെ നിരൂപണങ്ങളായിരിക്കും. അപ്പൊ അധികം ഉസ്താദ്മാരെയാണ് നിരൂപിക്കുക. അപ്പോൾ ഒരു മോശമാക്കാനല്ല. ചില കാര്യം ഉസ്താദ് പറയാണ്, മൂല്യന്മാരൊക്കെ കൈക്കോട്ടുമാർക്കാണ്. മലപ്പുറം ഭാഷയല്ലേ കൈക്കോട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? കൈക്കോട്ടുമാർ അത് ഇങ്ങോട്ട് വലിക്കാനേ പറ്റുള്ളൂ, ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആവരുത്. ഉസ്താദ് പറയാ കൈക്കോട്ടുമാർക്ക് ആവരുത്, കൊടുക്കാനും പഠിക്കണം. ഇങ്ങോട്ട് ഇങ്ങനെ വാങ്ങാൻ മാത്രം ആയി പോകരുത്. ഉസ്താദ്മാരെ കുറ്റം പറയല്ലേ, തമാശ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞ ഉസ്താദ്മാർക്ക് ഒരുപാട് കൊടുക്കുന്ന, ദാനം ചെയ്യുന്ന ഒരുപാട് ആളുകൾ. മഹാനായ ചെറുവാളൂർ ഉസ്താദിനെ മറക്കാൻ പറ്റൂല. സ്വന്തം കൈകളിൽ വരുന്ന ഹദിയകൾ കൊണ്ടാണ് ദാറുൽ തഖ്വ കോളേജ് ഇങ്ങനെ കെട്ടിപ്പടുത്തത് മഹാനവറുകൾ. എത്രയോ ആളുകളുടെ ഉസ്താദിന് കൊടുത്ത ദാനമാണ് ആ സ്ഥാപനം. മാഷാ അല്ലാഹ്. അങ്ങനെ എത്രയോ ആളുകൾ, എത്രയോ ഇവിടെ ഇരിക്കുന്നവർ, നമ്മൾ കാണാത്തവർ, നമ്മൾ അറിയാത്തവർ. അല്ലാഹു അഅലമു ബിഹിം. അല്ലാഹു തആല നമുക്ക് ഖൈർ ചെയ്യട്ടെ. തഹാദു, അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒരാൾ ഒരു ഹദിയ തന്നാൽ ഇനി അടുത്തത് എപ്പോഴാ കിട്ടുക എന്നല്ല കാത്തിരിക്കേണ്ട. അതിനു മുമ്പ് അയാൾക്ക് എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി ചിന്തിക്കണം. അപ്പോഴാണ് സ്നേഹം ഉണ്ടാവുക. തഹാദു, ഈ ഹദീസിന്റെ ആശയമാണ് നമ്മുടെ നാട്ടിലെ ചില മാമൂലുകളായിട്ട് പരിണമിച്ചു പോയത്. എങ്ങനെ? അത് മാമൂലുകളായി പരിണമിച്ചതാണ്. സത്യത്തിൽ ഒരാളുടെ വീട് കുടിരിക്കലിന് ഇങ്ങോട്ട് എന്തെങ്കിലും കൊടുത്താൽ തിരിച്ചങ്ങോട്ട് കൊടുക്കണം. പക്ഷേ ഇപ്പൊ അതിന്റെ നിയ്യത്ത് മാറിപ്പോവാ. ഇപ്പൊ കൊടുത്തില്ലെങ്കിൽ ആ കൊണ്ടുപോയിട്ടത് തിരിച്ചെടുത്ത് വലിച്ചു കൊണ്ടുവരും. അങ്ങനെ ആയി പോകരുത്. നിങ്ങൾ കൊടുക്കുന്നത് അല്ലാഹു തആലക്ക് വേണ്ടിയാണ്, അല്ലേ? അവര് തിരിച്ചു തന്നാലും ഇല്ലെങ്കിലും പിന്നെ വാങ്ങിച്ചവരുടെ ഒരു ഉത്തരവാദിത്തമാണ്. അവരെ കൊണ്ട് കഴിയുമെങ്കിൽ തിരിച്ചു കൊടുക്കണം. ചിലപ്പോൾ പറ്റിയില്ലായിരിക്കാം. പക്ഷെ ഇത് തിരിച്ചു കിട്ടാൻ വേണ്ടിയാണെന്ന് വിചാരിച്ചു കൊടുക്കരുത്. ഒരു കുഞ്ഞ് ജനിച്ചു, നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ സ്വർണ്ണം വാങ്ങിച്ചു കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ പോയി ഒരു നൂല് കെട്ടി കൊടുത്ത് പോന്നാൽ മതി, അല്ലെങ്കിൽ അതും വേണ്ട. ഇതെന്താ ചെയ്യാ? അരപ്പവൻ കൊടുക്കും. മോളെ കല്യാണം വരുന്നുണ്ട്, അപ്പൊ ഒരു പവനായിട്ട് ഇത് കിട്ടൂലേ, അപ്പൊ ആ കാര്യം ലാഭമായല്ലോ. ഈ നിയ്യത്തും വെച്ചിട്ടാ കൊടുക്കണത്. പോയി മക്കളെ, പോയി, കാശ് പോയി, അള്ളാഹിന്റെ അടുത്ത് കിട്ടൂല. അത് ദയവ് ചെയ്ത് ഈ മാമൂല്, ഈ സുന്നത്ത് ചെയ്യും. എങ്ങനെ? നിങ്ങൾ ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്നു, അൽഹംദുലില്ലാഹ്, അവര് പറ്റുകയാണെങ്കിൽ ചെയ്തോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. നമ്മൾ ചെയ്തത് അള്ളാഹുവിന് വേണ്ടിയാണ്. നമ്മൾ ചെയ്തത് അള്ളാഹുവിന് വേണ്ടി, തിരിച്ചു കിട്ടാനല്ല. തിരിച്ച് നിങ്ങൾ പ്രതീക്ഷിക്കുകയേ ചെയ്യരുത്. നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ അള്ളാഹുക്ക് വേണ്ടി മാത്രം കൊടുത്തോളി, എന്നല്ലാതെ മാമൂലിന് വേണ്ടി കൊടുത്ത കാശങ്ങ് പോയി പോകും. അള്ളാഹുവിന്റെ അടുത്ത് ഒന്നും ഉണ്ടാവില്ല. തഹാദു തഹാബു,
നിങ്ങൾ പരസ്പരം ഹദിയ കൊടുക്കണം. ആ ഹദിയകൾ നിങ്ങളുടെ സ്നേഹം വർദ്ധിപ്പിക്കും. അത് ചെറിയൊരു ഭക്ഷണമാവട്ടെ, ഒരു ചെറിയൊരു പൂവായിരിക്കട്ടെ. അങ്ങനെ കണ്ടല്ലോ, നിങ്ങളുടെ ഒരു വെഡിങ് ആനിവേഴ്സറിയാണ്, അതിനൊന്നും ഏറാമ വിധത്തൊന്നും എല്ലാവരും സമ്മാനം കൊണ്ടു കൊടുത്തു നിങ്ങളുടെ ഭാര്യയ്ക്ക്, എന്താ ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ ഉമ്മയും വാപ്പയും കല്യാണം കഴിഞ്ഞ ദിവസമാണ്, ആയിക്കോട്ടെ ഉമ്മാക്കും വാപ്പാക്കോ 70-80 വയസ്സായിട്ടുണ്ടാവും, എന്നാലും ഒരു സന്തോഷത്തിന് രണ്ടാൾക്കും 2 മുണ്ടും വസ്ത്രങ്ങളൊക്കെ ഉമ്മാക്ക് വാങ്ങിച്ചു കൊടുത്തു. മാഷാ അല്ലാഹ്, സന്തോഷമാണ് മക്കൾ ഉമ്മാക്കും വാപ്പാക്കും കൊടുക്കുന്ന സമ്മാനങ്ങൾ. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? നമുക്കത് അറിയുന്ന പോലും ഉണ്ടാവില്ല. നമുക്ക് തന്നെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അറിയാറില്ല. ദിവസം കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ മാസമായിരുന്നല്ലേ എന്ന് ആലോചിക്കാറുള്ളത്. പക്ഷേ ചില വിശേഷപ്പെട്ട ദിവസങ്ങൾ ഓർത്തു വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. സന്തോഷമുണ്ടാവട്ടെ, സമ്മാനങ്ങൾ കൈമാറണം. തഹാദു, നിങ്ങൾ ഹദിയകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം. ഉഹ്ദു എന്നല്ല, ഉഹ്ദു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കാന്ന. തഹാദു, അങ്ങോട്ടും കൊടുക്കണം, ഇങ്ങോട്ടും കിട്ടുകയും വേണം. നിങ്ങൾ അങ്ങനെ രണ്ടും സ്നേഹങ്ങൾ കൈമാറണം. തഹാബു, നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാവും. അതുമാത്രമല്ല, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഫഇന്നൽ ഹദിയത തുദഇഫുൽ ഹുബ്ബ വതദ്ഹബു ബിഗവായിലിസ് സുദൂർ. നിങ്ങളുടെ സ്നേഹം ഇരട്ടിപ്പിക്കുക മാത്രമല്ല, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്ന എന്തെങ്കിലും ചില വിഷമങ്ങളുണ്ടെങ്കിൽ, പിണക്കങ്ങളുണ്ടെങ്കിൽ, ആ പിണക്കങ്ങളെ മായ്ച്ചു കളയാനും നിങ്ങളുടെ സമ്മാനം കൊണ്ട് സാധ്യമാകും. ആവൂലേ? നല്ലൊരു സമ്മാനം കൊടുക്കുക. iPhone 14 Pro Max ഒന്നും കൊടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, എന്നാലും കഴിയുന്നൊരു ചെറിയ സഹായം. നമ്മളുമായി ആരെക്കുറിച്ചെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു വിഷമുണ്ടെങ്കിൽ ആ ആളുകൾക്കൊരു സമ്മാനം കൊടുക്കുക. ആ സമ്മാനത്തിലൂടെ കഴിഞ്ഞകാല കറകളൊക്കെ മറന്നുപോകും. പുണ്യനബി പറയാ, എത്ര നല്ല ഉപകാരമുള്ളൊരു ഉപദേശമാണിത്. നിങ്ങൾ തമ്മിലുള്ള കുടുംബ വഴക്കുകൾ എല്ലാ വീട്ടിലും ഉണ്ടാവും, എല്ലാ കുടുംബത്തിലും നാട്ടിലും കാണും. അത് പരിഹരിക്കണമെങ്കിൽ ഒരു സമ്മാനം, ഒരു സർപ്രൈസ് സമ്മാനം നിങ്ങൾ നൽകണമേ. ഫഇന്നഹു തുദഇഫുൽ ഹുബ്ബ വതദ്ഹബു ബിഗവായിലിസ് സുദൂർ. നിങ്ങളുടെ മനസ്സിനുള്ളിൽ കിടക്കുന്ന വിഷമങ്ങളെ അത് പരിഹരിക്കാനിടയാവും. മൻ സുനിഅ ഇലൈഹി മഅറൂഫൻ ഫഖാല ലിഫാഇലിഹി. നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഉപകാരം ചെയ്തു തന്നാൽ ആ ഉപകാരം ചെയ്ത ആളോട് ജസാക്കല്ലാഹു ഖൈറൻ എന്ന് പറയുകയാണെങ്കിൽ ഫഖദ് അബ്ലഗ ഫിത്തനാ, ആ മനുഷ്യനെ മുക്തകണ്ഠം പ്രശംസിച്ചതിന് തുല്യമാണ് അത്. നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനൊന്നും കഴിയില്ല. ഒരാൾക്ക് തിരിച്ച് സമ്മാനം കൊടുക്കാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾക്ക് സമ്മാനം തന്നവർക്ക് വേണ്ടി തിരിച്ചൊരു ദുആ ചെയ്തു കൊടുക്കണം. ആ ദുആ ജസാക്കല്ലാഹു ഖൈറാ, അല്ലാഹു നിങ്ങൾക്ക് ഇതിലും നല്ലത് പ്രതിഫലമായി തിരിച്ചു തരട്ടെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ചില പാവപ്പെട്ട ആളുകൾ നമ്മൾ അവരെ സഹായിക്കുന്നു, അത് വാങ്ങിച്ച് അവർ സ്വീകരിക്കുമ്പോൾ തിരിച്ചു നൽകാൻ അവരെ കൊണ്ട് കഴിയില്ല. അവര് പറയണം ജസാകുമുല്ലാഹു ഖൈറാ, നിങ്ങൾക്ക് അല്ലാഹു ഇതിനെ ഖൈറു ചെയ്യട്ടെ എന്ന് അതിന് മറുപടിയായി പറയണം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഹാദൂ, നിങ്ങൾ സമ്മാനം കൊടുക്കണമേ. ഫഇന്നൽ ഹദിയ തുദ്ഹിബു വഹ്റസ് സുദ്രി, ഹൃദയത്തിനുള്ളിൽ കിടക്കുന്ന നിങ്ങളുടെ മനസ്സിന്റെ കറകളെ ഇല്ലായ്മ ചെയ്യും. എന്നിട്ട് പറയുന്നു, വലാ തഹ്തിറന്ന ജാറത്തുൽ ലിജാറതിഹാ, ഒരു പെണ്ണും ഒരു വീട്ടുകാരിയും തന്റെ അയൽപക്കത്തെ വീട്ടുകാരെ നിസ്സാരമായി കാണരുത്. വലൗകാന ശിഖ്ഖ ഫിർസിൻ ഷാ, നിങ്ങളുടെ വീട്ടിൽ ഒരു ആടിന്റെ മാംസം വന്നാൽ, അത് എന്ത് മാംസാവട്ടെ, വിശേഷപ്പെട്ട ഒരു ഭക്ഷണം ഉണ്ടെങ്കിൽ അതിന്റെ ഒരു കാലിന്റെ മാംസമില്ലാത്ത എല്ലാണ് നിങ്ങളുടെ വീട്ടിൽ ബാക്കിയുള്ളതെങ്കിൽ പോലും നിങ്ങളുടെ അയൽവാസിക്ക് അതിൽ നിന്നൊരു ഓഹരി കൊടുക്കാൻ നിങ്ങൾ മടി കാണിക്കരുതേ. അയൽപ്പക്കത്ത് കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ കറി വെച്ചു കഴിഞ്ഞാൽ ഒരൽപ്പം കറി, ഒരു ചെറിയ കറിപ്പ, അത് ഉമ്മാക്കുള്ളതാണ് അല്ലെ ഉപ്പാക്കുള്ളതാണ്, അത് കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, കൊടുക്കണേ, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. വീട്ടുകാർക്ക് മുഴുവൻ വിളമ്പി കൊടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. എന്നാലും നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന വിശേഷപ്പെട്ട ഭക്ഷണങ്ങളിൽ നിങ്ങളുടെ അയൽപക്കത്തെ വീടുകളിലേക്ക് ഒരു ചെറിയ കറിയുടെ കപ്പെങ്കിലും നിങ്ങൾ കൊടുക്കാൻ മറന്നു പോവരുതേ. മഹാനായ അഷ്റഫുൽ ഖൽഖിന്റെ ഉപദേശമാണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് അയൽപക്കങ്ങളെ ബന്ധങ്ങളുണ്ടോ? നമ്മളങ്ങനെ ചെയ്യാറുണ്ടോ? അവർക്ക് ദാരിദ്ര്യമുള്ള പേരിലല്ലാതെ നിങ്ങളുടെ അയൽപക്ക ബന്ധങ്ങളിൽ വിള്ളലില്ലാതിരിക്കാൻ, അല്ലെങ്കിൽ അസൂയ വരും, പ്രശ്നങ്ങളുണ്ടാവും, സിഹർ ചെയ്യും, കണ്ണേറ് കൊള്ളും, പല വിഷയങ്ങളുണ്ടാവും. അതൊക്കെ തടയണമെങ്കിൽ ഹദിയ നല്ലതാണ്. സ്വാലിഹീങ്ങളായ ആളുകളുടെ
നല്ല നല്ല സ്വഭാവങ്ങളെ നബി തങ്ങൾ പരിചയപ്പെടുത്തുന്നു. മാ വഖാബിഹിൽ മുഅ്മിനു ഇർദഹു ഫഹുവ സദഖ. ഇവിടെ ചെറിയൊരു വിഷയം വരാറുള്ളത്, നമ്മളിപ്പോ ഒരു പഞ്ചായത്തിൽ ചെന്നിട്ടൊരു കാര്യം നേടിയെടുക്കണമെങ്കിൽ കൈക്കൂലി കൊടുക്കേണ്ട അവസ്ഥ ഉണ്ട് ഇപ്പോൾ, അല്ലേ? എല്ലായിടത്തും കൈക്കൂലിക്ക് കാത്തിരിക്കുക ഓഫീസർമാർ. വല്ല അന്വേഷണം വരുമോ എന്നൊക്കെ സാധ്യത ഉണ്ടെങ്കിൽ, പിടിക്കപ്പെടുമോ എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവർ നല്ല കുട്ടികളായി നിൽക്കുന്നു, അല്ലെങ്കിൽ തലയിൽ ചൊറിഞ്ഞാൽ അതൊക്കെ അങ്ങനത്തെ സിഗ്നലുകൾ ഉണ്ടെന്നാണ് കേട്ടത്. അല്ലാഹു അലം. നമ്മൾ എന്ത് ചെയ്യണം? അതിപ്പോൾ ഹറാമാവോ? നമ്മൾ എന്താ ചെയ്യുക? എന്ത് ചെയ്യും? മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞൊരു ഇബാറത്ത്, വഖദ് യകൂനുൽ ഗറദു ഫിൽ ഹദിയ ഇത്തിഖാഉ ശർരിൽ മുഹ്ദാ ഇലൈഹി. നമ്മൾ ഒരാൾക്ക് ഒരു പൈസയോ സമ്മാനമോ കൊടുക്കുന്നത് ഒന്നുകിൽ ആ മനുഷ്യനിൽ നിന്ന് ഉപദ്രവം വരാതിരിക്കാനായിരിക്കും. നമ്മളത് കൊടുത്തില്ലെങ്കിൽ വല്ല ഉപദ്രവം ചെയ്യും. ഫമുഹ്ദീഹാ മഅ്ജൂർ. ആ മനുഷ്യന് സമ്മാനം കൊടുക്കുന്ന ആൾക്ക് അല്ലാഹ് കൂലി കൊടുക്കും. വആഖിദുഹാ യഖുദുഹാ റിശ്വതൻ. അത് വാങ്ങുന്ന ആള് കൈക്കൂലിയായിട്ടാണ് വാങ്ങുന്നത്. അത് കുറ്റകരം. വാങ്ങുന്ന ആൾക്ക് കുറ്റം, കൊടുക്കുന്ന ആൾക്ക് കുറ്റമില്ല. മറ്റൊന്ന്, നിങ്ങളുടെ ഒരു അവകാശം നേടിയെടുക്കാൻ നിങ്ങൾക്കൊരു പേപ്പർ സൈൻ ചെയ്ത് കിട്ടണം. അത് നിങ്ങളുടെ പൗരൻ എന്ന നിലയിൽ നിങ്ങളുടെ അവകാശമാണ്. പക്ഷെ മൂപ്പര് സൈൻ ചെയ്യണമെങ്കിൽ ഇപ്പുറത്തൊരു 10,000 വെച്ച് കൊടുത്തേ പറ്റൂ. നിങ്ങളുടെ ഒരു ഹക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ നിങ്ങൾ ഒരു നിയമപാലകന്, ഒരു ഹാക്കിമിന്, ഭരണകർത്താവിന് നിങ്ങൾ വല്ലതും കൊടുക്കുകയാണെങ്കിൽ മിൻ ദീ ഗറദിൻ ഫാസിദിൻ, അത് മോശപ്പെട്ട ഒരു ലക്ഷ്യത്തിനാണെങ്കിൽ പറ്റൂല. ഒരു അന്യായം, അന്യരാളുടെ ഭൂമി തന്റേതാണെന്നാക്കാൻ പേപ്പർ ഉണ്ടാക്കാൻ, അതൊക്കെ റിശ്വത്താണ്, കൈക്കൂലിയാണ്, കുറ്റകരമാണ്, ജായിസ് അല്ല, ചെയ്യാൻ പാടില്ല. നേരെ മറിച്ച് നിങ്ങളുടെ ഒരു അവകാശം നേടിയെടുക്കാനാണ്. ഇത് ഇസ്ലാം ഏറ്റവും കൂടുതൽ കർക്കശമായി പറഞ്ഞ വിഷയമാണ് റിശ്വ. കൈക്കൂലി കൊടുക്കരുത്, വാങ്ങരുത് എന്നാ പറയാ. പലിശയെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞു. നേരെ മറിച്ച് ജനങ്ങൾ, നിയമങ്ങൾ പലതുണ്ടാവും, പക്ഷെ അത് പ്രാബല്യത്തിൽ നടക്കുന്നുണ്ടാവില്ല. കണിശമായും നിയമം നടപ്പിലാക്കപ്പെടുന്ന രാജ്യങ്ങളുണ്ട്. ജൻധർമ്മം എന്ന് പറഞ്ഞിട്ട് തുർക്കിയിലെ ഒരു പ്രത്യേക പോലീസുണ്ട്. അവർക്ക് കൈക്കൂലി കൊടുത്താൽ അവരെ പിടിച്ച് ജയിലിടും. അങ്ങനത്തെ പോലീസുകാരവര് ജൻധർമ്മം എന്ന് അവരെ പറയാം. ജൻധർമ്മ പോലീസ് എന്ന് പറഞ്ഞാൽ ഒന്നിനും പോകില്ല. അല്ലാത്തവർക്ക് എന്തെങ്കിലും കൊടുത്തു നോക്കാൻ നോക്കും. അവര് കൊടുക്കുന്നവരെ പിടിച്ച് ജയിലിടും. അങ്ങനത്തെ ആളുകളാണ്. അതൊരു രാജ്യത്തിന്റെ ഏറ്റവും നല്ല ഗുണമാണ്, നിയമപാലകന്മാർ നിയമം പാലിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോ ഒരു മനുഷ്യന്, ഒരാളുടെ പൗരന്റെ ഒരു അവകാശം നേടിയെടുക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹദിയ കൊടുത്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ ഫൽ ഇഹ്ദാഉ ജായിസുൻ, ആ കൊടുക്കൽ ജായിസാണ്. വഖബൂലുൽ ഹദിയത്തി ഹറാം, അത് വാങ്ങിക്കൽ ഹറാമാണ്. ശറഈന്റെ വീക്ഷണം അതാണ്. അയാൾക്കത് വാങ്ങിക്കൽ ഹറാമാണ്. അയാളത് വാങ്ങിക്കേണ്ട ആളല്ല, അയാൾ ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്നുണ്ട് ഈ പണി ചെയ്ത് കൊടുക്കാൻ. അയാളത് വാങ്ങിക്കൽ ഹറാമാണ്. നിങ്ങൾ കൊടുക്കുന്നത്, നിങ്ങൾ നിരപരാധികൾ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊടുത്തില്ലെങ്കിൽ സാധനം ഒപ്പിട്ട് കിട്ടൂലല്ലോ. ഒരിക്കലും കൈക്കൂലിയെ പ്രോത്സാഹിപ്പിക്കാനല്ല. ഒരു മനുഷ്യന്റെ അവകാശങ്ങൾ ഇത് കൊടുത്തെങ്കിലേ നടക്കൂ എന്നാണ് സിസ്റ്റമെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ എന്ത് ചെയ്യും? അവരുടെ ഈ അമലിന്റെ വിധി എന്താണ്? കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയാം, അവർ മജ്ബൂറാണ്, നിർബന്ധാവസ്ഥയിലാണ്. എന്ത് ചെയ്യാൻ പറ്റും? ജായിസാണ്, പക്ഷെ അത് വാങ്ങിക്കുന്ന ആൾ ഹറാമാണ്.